2.5 വർഷം പിന്നിട്ട റഷ്യൻ അധിനിവേശത്തിന് കടന്നാക്രമണത്തിലൂടെ തിരിച്ചടിക്കാൻ യുക്രൈൻ ശ്രമം. രാജ്യത്തിന്റെ കിഴക്കൻ മേഖലയിൽ റഷ്യയുടെ മുന്നേറ്റത്തെ ചെറുക്കുന്നതിൽ പരാജയപ്പെട്ട യുക്രൈൻ റഷ്യയുടെ കർസ്ക് മേഖലയിൽ അപ്രതീക്ഷിത ആക്രമണം നടത്തി നേട്ടമുണ്ടാക്കിയിരുന്നു. റഷ്യൻ അതിർത്തിയിലെ ബ്രയാൻസ്ക് മേഖലയിൽ കടന്നുകയറാനുള്ള യുക്രൈൻ ശ്രമം പരാജയപ്പെടുത്തിയതായി ഗവർണർ അലക്സാണ്ടർ ബോഗോമാസ് പറഞ്ഞു. കർസ്കിൽ ജനകീയ പ്രതിരോധം ശക്തിപ്പെടുത്തി ചെറുത്തുനിൽപ്പിനാണ് റഷ്യൻ ശ്രമം. റഷ്യയുടെ തെക്കൻ മേഖലയിലുള്ള വോൾഗോഗാഡ് വ്യോമത്താവളത്തിൽ യുക്രൈൻ ഡ്രോൺ ഉപയോഗിച്ച് കനത്ത ആക്രമണം നടത്തി. 28 ഡ്രോണുകൾ വെടിവെച്ച് വീഴ്ത്തിയതായി റഷ്യ അവകാശപ്പെട്ടു. വോൾഗോഗാഡ് വിമാനത്താവളത്തിലെ എണ്ണ സംഭരണ കേന്ദ്രത്തിൽ വീണ ഡ്രോൺ വൻ തീപിടുത്തത്തിനിടയാക്കി. കർസക് ആക്രമണത്തിന് ശേഷം ഇതാദ്യമായി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി സൈനിക മേധാവിക്കൊപ്പം അതിർത്തിയിലെ സുമി മേഖല സന്ദർശിച്ചു. കരിങ്കടലിലെ കിൻബേൺ സ്പിറ്റിലെ റഷ്യൻ ആയുധ ഇന്ധനശേഖര കേന്ദ്രത്തിന് നേരെ യുക്രൈൻ നാവികസേന ശക്തമായ ആക്രമണം നടത്തി. തുടർച്ചയായ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി കീവിലും മറ്റും റഷ്യ മിസൈൽ ആക്രമണം നടത്തിയേക്കുമെന്ന് US മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതേസമയം കിഴക്കൻ യുക്രൈനിലെ ഡോണറ്റ്സ്കിലെ മെഷോവ് ഗ്രാമം പിടിച്ചതായി റഷ്യൻ സേന അറിയിച്ചു. യുക്രൈനിന്റെ തുടർച്ചയായ കടന്നുകയറ്റവും ആക്രമണവും സംബന്ധിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾ നടത്തി. കർസ്കിലെ ആണവോർജന പ്ലാന്റിന് നേരെ യുക്രൈൻ ആക്രമണത്തിന് ശ്രമിച്ചതായി പുടിൻ ആരോപിച്ചു. യുക്രൈൻ സേനയ്ക്കൊപ്പം റഷ്യയിൽ നിയമവിരുദ്ധമായി പ്രവേശിച്ച CNN റിപ്പോർട്ടർ നിക് പാറ്റിൻ ബോഷിനെതിരെ റഷ്യ കേസെടുത്തു. യുക്രൈൻ നുഴഞ്ഞുകയറ്റത്തിൽ കൂടുതൽ മുന്നേറ്റങ്ങൾ നടത്തിയതായി വാഷിംഗ്ടൺ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദി സ്റ്റഡി ഓഫ് വാർ ചൊവ്വാഴ്ച പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നു. കർസക് മേഖലയിൽ സെം നദിയിലെ പോണ്ടൂൺ ബ്രിഡ്ജ്, പോണ്ടൂൺ എഞ്ചിനീയറിംഗ് സാമഗ്രികൾ എന്നിവ ആക്രമിക്കാൻ യുക്രൈൻ ലക്ഷ്യമിട്ടതായും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട്. റഷ്യയ്ക്ക് നേരെയുള്ള പ്രത്യാക്രമണം യുക്രൈന്റെ മനോവീര്യം ഉയർത്തുന്നതാണ്. ഇത്തരം പ്രവൃത്തികൾ പോരാട്ടത്തിന്റെ മുഖം മാറ്റുമെന്നും നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു. അതേസമയം കിഴക്കൻ വ്യവസായ മേഖലയായ ഡോൺബാസിൽ തിരിച്ചടി നേരിടുന്ന സമയത്താണ് മറ്റൊരു ഭാഗത്ത് യുക്രൈൻ നുഴഞ്ഞുകയറ്റം ശക്തമാക്കുന്നത്.